നബി ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ചത് എന്താണ്? അവിടെ ആദ്യമായി പഠിച്ച നൂറ നബി കയാ ജാബിർ, ജാബിർ നിൻ്റെ നബിയുടെ പ്രകാശമാകുന്നു എന്ന് നബിതങ്ങൾ പറഞ്ഞുവെന്നാണ് അതിലുള്ളത്. ആകെ അത് മാത്രമേ ആകെ അതേ ഉള്ളൂ. അതന്നെ വൈഫാണ്, സനദില്ല. മുസന്നഫ് അബ്ദുൽ ഉണ്ടെന്ന് പറയുന്നു, അതിലതില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കണം, ആരാണ് റസൂലെ? അല്ലാതെ, അല്ലെങ്കിൽ അല്ലാതെ ആരാ പാപം പൊറുക്കുക? അപ്പോൾ മാലക്കാരൻ പറയാണ് അള്ളാഹുവിൻ്റെ റസൂല് പാപം പൊറുക്കും. ഇർതകബതു അലൽ ഖതാ ഗൈറ അസ്രിൻ വഅദദ് ലാ കശ്കു ഫീഹി യാ സയ്യിദി ഖൈറ നബി. അതോ മങ്കൂസ് മൗലൂദിയുടെ പാടാണ്. ഇപ്പോൾ സഫർ മാസം ഏതാണ്ട് അവസാനത്തിലേക്ക് എത്തുകയാണ്. റബീഉൽ അവ്വലാണ് ഇനി വരാനുള്ളത്. റബീഉൽ അവ്വൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഒരുപാട് അനാചാരങ്ങൾ ദീനിൻ്റെ പേരിൽ കൊണ്ടു നടക്കപ്പെടുന്ന, ആചരിക്കപ്പെടുന്ന ഒരു മാസമാണ് റബീഉൽ അവ്വൽ. പ്രത്യേകിച്ച് നബിദിനവുമായി ബന്ധപ്പെട്ട് റബീഉൽ അവ്വൽ 12-ന് മുമ്പൊക്കെ എൻ്റെയൊക്കെ ഒരു ഓർമ്മയിലുള്ള, എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഉള്ള ഒരു ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബീഉൽ അവ്വൽ 12-ന് ഒരു ആഘോഷം എന്നുള്ളതായിരുന്നു. പക്ഷേ ഇങ്ങനെ ഓരോ വർഷം കഴിയും തോറും കൂടുതൽ വിപുലമാവുകയും കൂടുതൽ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുകയാണ്. ഒരു മാസം മുഴുവൻ ആഘോഷം ആയിട്ടുണ്ട് ഇപ്പോൾ. അതുമാത്രമല്ല, ഇപ്പോൾ പുതിയ സംഗതികൾ, വീടുകൾ അടക്കമൊക്കെ അലങ്കരിക്കണം എന്നൊക്കെ ഉസ്താദുമാർ തന്നെ പ്രസംഗിക്കുകയും അതിന് എന്നിട്ട് നമ്പർ ചേർക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നയാളെ വിളിച്ചാൽ മതി, മാല ബൾബിന് ഇന്നയാളെ വിളിച്ചാൽ മതി, അങ്ങനെ ഒരു കച്ചവടത്തിലേക്കും കൂടി ഇതങ്ങനെ പോവുകയാണ്. ശരിക്കും ഇതിൻ്റെയൊക്കെ അസല തന്നെയാണ്, കച്ചവടമാണ് ഇതിൻ്റെയൊക്കെ അസല എന്ന് പറഞ്ഞത്. അപ്പം ഇങ്ങനെ ഈ അനാചാരങ്ങൾ അതിങ്ങനെ കൂടുതൽ പൂർവാധികം ശക്തിയായി വരുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ഒരു പോസ്റ്റർ നമ്മൾ സ്ക്രീനിലൊന്ന് കാണിക്കാം. പോസ്റ്റർ നമുക്ക് ഈ പോസ്റ്റർ ഇങ്ങനെ ഇറങ്ങിയത് പിന്നെ മൗലിദുൽ അക്ബറും അതുപോലെ തന്നെ തബറുക്കുൽ ആസാറും എന്നുള്ളതാണ്. അപ്പോൾ ഈ മൗലിദും അതുപോലെ തന്നെ ആസാറുകളുടെ പ്രദർശനവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ്. ഈ പോസ്റ്ററിനെ കുറിച്ച് കുറച്ചൊരു കാര്യങ്ങൾ നമുക്ക് ഒന്ന് പറയാമെന്ന് തോന്നുന്നു. ആദ്യം ഫൈസൽ മൗലവി. അതിപ്പോൾ സൂചിപ്പിച്ച പോലെ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ വ്യാപകമായി മുസ്ലിയാക്കന്മാർ ബോധപൂർവം തന്നെ ഇതൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ഭാഗമാണ് ഏറ്റവും പറഞ്ഞാൽ അൽ മൗലിദുൽ അക്ബർ, വലിയ മൗലിദ് എന്ന് പറഞ്ഞുകൊണ്ട് ആയിരങ്ങളെ വിളിച്ചു കൂട്ടി കുറച്ചും കൂടി വിപുലമായ കച്ചവടം യഥാർത്ഥത്തിൽ ഇവർ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എല്ലാ വർഷവും വർഷങ്ങളായ ഹുസ്സുന്ന പണ്ഡിതന്മാർ ഈ ഇത്തരം മുനാസഭകളിൽ ഈ വിഷയത്തെ പറ്റി ഉത്ബോധനങ്ങൾ നടത്തി വരാറുണ്ട്. എന്നാലും അറിയാത്ത ആളുകൾക്ക് വേണ്ടി നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്, ഒരു കാര്യം മതത്തിൻ്റെ ഭാഗമാകണമെങ്കിൽ അത് തീർച്ചയായും അല്ലാഹു റസൂലോ പഠിപ്പിച്ചതായിരിക്കണം. ഖുർആനും ഹദീസിലും കൃത്യമായി പ്രമാണമുള്ള തെളിവുള്ള കാര്യമായിരിക്കണം. അതേപോലെ ദീനിൽ ഉള്ളൊരു കാര്യമാണെങ്കിൽ തീർച്ചയായും അത് ആദ്യമായി അമൽ ചെയ്യുക സ്വഹാബിമാരാണ്. സ്വഹാബിമാർ അമൽ ചെയ്യാത്ത ഒരു കാര്യവുമില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞു, കുല്ലു ഇബാദത്തിൻ ലം യതഅബ്ബദ്ഹാ അസ്ഹാബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ തഅബ്ബദൂഹാ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബിമാർ ഇബാദത്തായി കാണാത്ത ഒന്നിനെയും നിങ്ങൾ ഇബാദത്തായി കാണരുത്. കാരണം ഫൈനൽ അവ്വല ലം യദഇദിൽ ആഖരി മഖാല. ആദ്യ തലമുറ പിൽക്കാലക്കാർക്ക് വേണ്ടി ഒരു വാക്ക് പോലും പറയാനുള്ള അവസ്ഥ ഇവിടെ ബാക്കി വെച്ചിട്ടില്ല. എല്ലാം അവർ ചെയ്തിട്ടുണ്ട്, അമൽ ചെയ്തിട്ടുണ്ട് എന്ന് ഇബ്നു മസ്ഊദ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെളിച്ചത്തിൽ നോക്കുമ്പോൾ നബിദിനാഘോഷം എന്ന് പറയുന്നത് സ്വഹാബത്ത് ചെയ്തിട്ടില്ല, താബിഉകൾ ചെയ്തിട്ടില്ല എന്ന് ഇവിടെ എല്ലാവരും അംഗീകരിക്കുന്നു. ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നവരും ഖുർആനിൽ തെളിവുണ്ട്, ഹദീസിൽ തെളിവുണ്ട് എന്ന് പറയുന്നവരുമടക്കം എല്ലാവരും സമ്മതിക്കുന്ന യാഥാർത്ഥ്യമാണ് ആദ്യ തലമുറകൾക്ക് ഇത് പരിചയമില്ല, പിൽക്കാലത്ത് വന്ന് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ബിദ്അത്താണ്, മതത്തിലേക്ക് പുതിയതായി കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു ദുരാചാരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ ചിലരൊക്കെ നല്ല ബിദ്അത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാനാണ് ചിലപ്പോഴൊക്കെ ശ്രമിക്കുക. മതത്തിൽ കൂട്ടപ്പെടുന്ന ബിദ്അത്തുകളിൽ നല്ലത് ചീത്ത എന്നതില്ല, അതെല്ലാം ചീത്തയായത് തന്നെയാണ്. കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന ഹദീസ് പറഞ്ഞു. ബിദ്അത്തുകൾ 1000 പ്രാവശ്യമെങ്കിലും പറഞ്ഞ ഹദീസാണ് യഥാർത്ഥത്തിൽ അത്. അവിടുത്തെ എല്ലാ ഖുത്ബയിലും അവിടുത്തെ എല്ലാ ഉപദേശങ്ങളിലും നബിതങ്ങൾ സാധാരണയായി പറയുന്ന ഹദീസാണ് കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും ളലാലത്താണ്, വഴികേടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണയായി ഉത്ബോധിപ്പിക്കാറുണ്ട്. മാത്രമല്ല ഇത് യഥാർത്ഥത്തിൽ 4-ാം നൂറ്റാണ്ടിൽ ഫാത്തിമിയാക്കൾ, ഉബൈദിയാക്കൾ എന്നറിയപ്പെടുന്ന ഷിയാക്കളിലെ ഏറ്റവും വലിയ ഉഗ്രവാദി വിഭാഗം അവരാണ് യഥാർത്ഥത്തിൽ ജന്മദിനാഘോഷങ്ങൾ എന്ന രീതി തുടക്കമിട്ടത്. അവിടെ ഒരു ഭരണത്തിൻ്റെ ഭാഗമായി, ഭരണ പരിഷ്കാരത്തിൻ്റെ ഭാഗമായി ആ നാട്ടിലെ ജനങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി നിൽക്കുവാൻ വേണ്ടി, ഒരു ഭരണത്തിന് അനുകൂലമായ ഒരു നല്ല തരംഗമുണ്ടാക്കാൻ വേണ്ടി അവർ ചെയ്തു വെച്ച വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ, അതിൽപ്പെട്ട ഒന്നായിരുന്നു ചില ജന്മദിനങ്ങൾ ആഘോഷിക്കുക എന്നത്. അവർ 6 ജന്മദിനങ്ങൾ തുടങ്ങി വെച്ചു എന്ന് കാണാം. ഒന്ന് നബിയുടേത്, മറ്റൊന്ന് അലിയുടേത്, ഫാത്തിമയുടേത്, ഹസൻ ഹുസൈൻ്റേത് റളിയല്ലാഹു അൻഹും.
പിന്നെ അന്നത്തെ ഭരണാധികാരി 6 ജന്മദിനാഘോഷങ്ങൾ അവർ കൊണ്ടുവന്നു. മാത്രമല്ല ആ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ധാരാളം സമ്പത്ത് അവർ സമൂഹത്തിലേക്ക് ഇറക്കി. എല്ലാവർക്കും സമ്മാനങ്ങൾ നൽകി, ഒരുപാട് ആനുകൂല്യങ്ങൾ, ഓഫറുകൾ പ്രഖ്യാപിക്കപ്പെട്ടു. ആളുകൾക്ക് വലിയ ഒരു സീസണായി അത് മാറി. അങ്ങനെ ഒരു ഭരണത്തിന് അനുകൂലമായ വികാരം ഉണ്ടാക്കിയെടുക്കുക എന്ന തരത്തിൽ അതൊരു ദീനിൻ്റെ ഒരു ഭാഗത്തായിട്ടോ ആചാരമായിട്ടോ അല്ല യഥാർത്ഥത്തിൽ അന്ന് വന്നത്. അതൊരു ഭരണ പരിഷ്കാരത്തിൻ്റെ ഭാഗമായി കൊണ്ടുവന്നതാണ്. പിന്നീട് വന്ന ചില ഭരണാധികാരികളുടെ കാലത്ത് പണ്ഡിതന്മാരൊക്കെ അത് എതിർക്കുകയും അങ്ങനെ അത് അവസാനിപ്പിക്കുകയും ചെയ്തത് ചരിത്രത്തിൽ കാണാൻ കഴിയും. 4-ാം നൂറ്റാണ്ടിൽ തുടങ്ങി വെച്ചു, പിന്നീട് അവസാനിപ്പിച്ചു. ഏതാണ്ട് 150 കൊല്ലം പിന്നീട് ഇത്തരം ആചാരം ഉണ്ടായിരുന്നില്ല എന്നു മാത്രമല്ല അത് ആളുകൾ മറന്നു പോവുക വരെ ചെയ്തു എന്നൊക്കെ രേഖപ്പെടുത്തിയ ചരിത്രകാരന്മാരൊക്കെ ഉണ്ട്. പിന്നീട് 600-കളിലാണ് രണ്ടാമത് ഈ ആചാരത്തെ മുസഫർ രാജാവ് എന്ന് പറയുന്ന രാജാവിൻ്റെ കാലത്ത് വീണ്ടും അത് തപ്പിപ്പിടിച്ച് കൊണ്ടുവരികയും ഈ ഒരു ആഘോഷം വീണ്ടും അവിടെ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത്. അതും തന്നെ മുസഫർ രാജാവിൻ്റെ ചരിത്രമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇബ്നു ഖല്ലിക്കാൻ വഫയാത്തുൽ അഴിയാൻ പോലുള്ള ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെയൊക്കെ കാണാം ഇദ്ദേഹത്തിൻ്റെ രീതികൾ പരസ്പരം വിരുദ്ധമായിരുന്നുവെന്നാണ്. അതായത് ആളുകളിൽ നിന്ന് ധാരാളമായി നികുതി ഈടാക്കുന്നു, വലിയ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു, നാം മറുഭാഗത്ത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ജനങ്ങൾക്ക് എതിരായി കുറേ കാര്യം ചെയ്യും. ജനവികാരം എതിരായി വരുമ്പോൾ തൽക്കാലം അവരൊന്ന് സോപ്പിട്ട് നിർത്താൻ വേണ്ടി ഇങ്ങനത്തെ കുറേ വശങ്ങളും ചെയ്തു. എത്ര അന്ന് ചില കവികൾ ഈ മുസഫറിനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞ കവിതകൾ പോലും കാണാം. കസാഇയത്തുൽ ലിൽ ഖൈരി മിൻ കസ്ബി ഫർജിഹ ഫവൈലകി ലാ തസ്നി വലാ തതസദ്ദഖി. അതായത് ഈ രാജാവിൻ്റെ നടപടികൾ പരസ്പരം വൈരുദ്ധ്യം നിറഞ്ഞതാണ്. ഏതുപോലെ കസാഇയത്തുൽ ലിൽ ഖൈരി മിൻ കസ്ബി ഫർജിഹ, വ്യഭിചരിക്കാൻ പോയി പൈസ ഉണ്ടാക്കിയിട്ട് ആ പണം കൊണ്ട് സ്വതക്ക ചെയ്യുന്ന ഖൈറുകൾക്ക് ചെലവഴിക്കുന്ന ഒരു പെണ്ണിനെ പോലെയാണ് ഇവൾ. ഫവൈലകി, നിനക്ക് നാശം, ലാ തസ്നി വലാ തതസദ്ദഖി, നീ സ്വതക്കയും വേണ്ട, നീ വ്യഭിചരിക്കാനും പോണ്ട എന്നാണ് അവളോട് പറയാനുള്ളത് എന്നുവരെ അന്ന് ചില ആളുകൾ മുസഫറിനെ കുറിച്ച് കവിത പോലും എഴുതിയത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഇത് രണ്ടാമത് വന്നത്. പിന്നെ ഒരു രാജാവ് ഒരു ഭരണപരമായി കൊണ്ടുവരുന്ന കാര്യമാകുമ്പോൾ ഒരു പക്ഷേ ചില പണ്ഡിതന്മാർക്ക് അനുകൂലമായി പറയേണ്ടി വരും. അന്നത്തെ കാലഘട്ടത്തിൽ ഒരു പക്ഷേ നിർബന്ധപൂർവ്വം അങ്ങനെ ഒരു ഓർഡർ വന്നേക്കാം, രാജ്യത്ത് ഔദ്യോഗികമായി നിയമം പാസ്സാക്കപ്പെട്ടേക്കാം, എതിർക്കുന്ന ആളുകൾക്ക് വലിയ മർദ്ദനങ്ങൾ ഉണ്ടാകേണ്ടി വന്നേക്കാം. അതൊക്കെ ചില ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ചില പണ്ഡിതന്മാർക്ക് അനുകൂലിച്ച് അത് പറഞ്ഞിട്ടുണ്ട്, ചിലരൊക്കെ എതിർത്തും പറഞ്ഞിട്ടുണ്ട്. ഉണ്ടായി വന്നത് മുതൽ തന്നെ പണ്ഡിത ലോകത്ത് 2 വീക്ഷണം നമുക്ക് കാണാൻ കഴിയും. അന്നും ഈ പറഞ്ഞ പോലെ മതത്തിൻ്റെ ഒരു ഇബാദത്ത്, മതത്തിലെ ഒരു ആചാരം ഖുർആനും ഹദീസും പഠിപ്പിച്ചൊരു കാര്യം എന്ന രൂപത്തിലല്ല, അങ്ങനെയല്ല. അതൊരു ഭരണ പരിഷ്കാരമാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അത്ര ഗൗരവമായ ഒരു എതിർപ്പ് അന്ന് പറയേണ്ട ആവശ്യവുമില്ല. കാരണം അതൊരു ദീനിൻ്റെ ഭാഗമായി വരുമ്പോഴാണല്ലോ വിദ്യാർത്ഥി എന്നതിലേക്ക് മാറുന്നത്. പിന്നീടാണ് അതിനൊക്കെ ആയത്തിൻ്റെയും ഹദീസിൻ്റെയും പിൻബലം ഉണ്ടാക്കി സൂഫികളെ ഏറ്റെടുത്ത് അവരോട് പ്രചരിപ്പിക്കപ്പെടുന്നതൊക്കെ അങ്ങനെയാണ്. മുസഫർ രാജാവിൻ്റെ നാട് ഇർബൽ എന്ന് പറയുന്ന നാട് അന്ന് സൂഫികളുടെ കേന്ദ്രമായിരുന്നു. സൂഫികൾക്ക് എല്ലാ സൗകര്യം ചെയ്തു കൊടുത്ത ആളായിരുന്നു മുസഫർ രാജാവ്. ഇബ്നു ഖല്ലിക്കാൻ വഫയാത്തുൽ അഴിയാനിൽ വളരെ വിശദമായി അദ്ദേഹം ആ കഥകൾ പറയുന്നുണ്ട്. ഒരുപാട് പർണശാലകൾ കെട്ടി എല്ലാ സൂഫികളും അന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇർബലിലേക്ക് വരികയും ഇർബൽ അവരുടെ ഒരു കേന്ദ്രമായി മാറുകയും ആ വരുന്ന സൂഫികൾക്കെല്ലാം യാത്രാ ചെലവുകൾ രാജാവിൻ്റെ വക കൊടുക്കുന്നു, താമസിക്കാൻ സൗകര്യം നൽകുന്നു, ഭക്ഷണം നൽകുന്നു, അവർക്കെല്ലാം സമ്മാനങ്ങൾ നൽകുന്നു. ഇങ്ങനെ സൂഫികളെ സോപ്പിട്ട് പിടിച്ചുകൊണ്ട് അവരിലൂടെ ഒരു നല്ല അനുകൂലമായ വികാരം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും സൂഫികൾ അവിടെ വന്നുകൂടുകയും ധാരാളം പർണശാലകൾ സൂഫികൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെടുകയും ചെയ്ത കാലഘട്ടമാണ് ഹിജ്റ 600-കൾ എന്ന് പറയുന്നത്. അത് ഇബ്നു കസീർ റഹിമത്തുള്ളാഹിയുടെ അൽ ബിദായത്ത് വന്നിഹായിൽ ആ ചരിത്രം പറയുന്നുണ്ട്. നമ്മുടെ മലയാളത്തിൽ താഴ്വ മുഹമ്മദ് കുഞ്ഞ് മൗലവി പോലും ഈ വിഷയം പറയുന്നുണ്ട്. ഉലമാക്കൾ അനവധി ഹാജറുണ്ട് അതിലെന്ന്, അതുപോലെ സൂഫികൾ കൂടുമേ അതിൽ വന്ന്, ധാരാളം പണ്ഡിതന്മാരും ധാരാളം സൂഫികളും അവിടെ വന്ന് കൂടുമായിരുന്നു, അവർക്കെല്ലാം രാജാവ് പ്രത്യേകമായ സമ്മാനങ്ങൾ നൽകുമായിരുന്നു എന്നൊക്കെ താഴ്വ മുഹമ്മദ് കുഞ്ഞ് മൗലവി പോലും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇബ്നു കസീർ അൽ ബിദായയിലുള്ള ആ ഭാഗം ഏതാണ് അങ്ങനെ തന്നെ കവിതയാക്കിയതാണ് താഴ്വയുടെ ആ വരികൾ എന്ന് കാണാൻ കഴിയും. മാത്രവുമല്ല ഇത്തരം മൗലിദ് ഇന്ന് അതിൻ്റെ ഭാഗമായി ആലപിക്കപ്പെടുന്ന മൗലിദുകൾ, ഇത് പ്രവാചക സ്നേഹമാണ്, പ്രവാചക മദ്ഹാണ് എന്നൊക്കെ ന്യായം പറഞ്ഞുകൊണ്ട് ആലപിക്കപ്പെടുന്ന മൻകൂസ്, ഷറഫ് അടക്കമുള്ള മൗലിദുകൾ പരിശോധിച്ചാൽ ധാരാളം ഷിർക്കിൻ്റെ വരികൾ, ധാരാളം അടിസ്ഥാനരഹിതമായ കഥകൾ, കെട്ടുകഥകൾ, അന്ധവിശ്വാസങ്ങൾ, ഒരു നിലക്കും ഇസ്ലാമിൻ്റെ പേരിൽ പറയാൻ പറ്റാത്ത തരത്തിലുള്ള ധാരാളമായ പദ്യങ്ങളും ഗദ്യങ്ങളും ഒക്കെ നിറഞ്ഞതാണ് എന്ന് നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്.
മാത്രമല്ല ഈ പോസ്റ്ററിൽ കണ്ടതുപോലെ ഈ വർഷം മാത്രമല്ല കഴിഞ്ഞ വർഷങ്ങളുണ്ടായിരുന്നു, അവർ ഇതിൻ്റെ കൂടെ തന്നെ ആസാറുകളെ കൊണ്ട് ബർക്കത്തെടുക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് നബിയുടെ മുടി എന്ന പേരിൽ ഇവിടെ ഇറക്കുമതി ചെയ്യപ്പെട്ട മുസ്ലിം കൈരളി കൈയോടെ പിടികൂടി അവസാനം അത് എവിടെ പോയത് പോലും അറിയാത്ത വിധം ഇവിടുന്ന് മുക്കിക്കളഞ്ഞ ഒരു വ്യാജമുടിയുണ്ട്. അവർക്ക് തന്നെ മടിയായി ഇതിനെ കുറിച്ച് പറയാൻ. അതെ, അതൊരു ജീവചരിത്ര പുസ്തകത്തിൽ പോലും ഇല്ല റസൂലുള്ളാഹിന്റെ ഒരു മുടി ഇവിടെ ഉണ്ടായിട്ട് അതിനെ കുറിച്ച് ഒരു പരാമർശം പോലും ഇല്ല എന്നുള്ളത്. അങ്ങനെ ഒരു അവർക്കൊരു മുടി കുടിക്കുന്ന പറയാ ഉണ്ടായിരുന്നത്. അപ്പൊ ആ മുടി ഇപ്പൊ കുറച്ചു കാലമായിട്ട് ആരും കാണുന്നില്ല. ഇപ്പൊ ആകെ അത് പുറത്തേക്ക് എടുക്കുന്ന അത്രേ റബീഉൽ അവ്വൽ 1 എന്ന് പറഞ്ഞുകൊണ്ട് അത് പുറത്തേക്ക് എടുക്കുന്നു. അതിന് പ്രത്യേകമായ പ്രദർശനമുണ്ട്. അപ്പൊ ആകെ ഇപ്പൊ കൊല്ലത്തിൽ ഒരു ദിവസം പ്രദർശനം ഉള്ളത്. നബിയുടെ മുടി ഉണ്ടെങ്കിൽ യഥാർത്ഥ അതല്ലല്ലോ വേണ്ടത്. ശരിക്കും ഒരുപാട് വലിയ പിരിവും കാര്യങ്ങളൊക്കെ പിരിച്ചു, അതിന്റെ പേര് പള്ളിയുണ്ടാക്കി, മസ്ജിദ് ആസാറിന് പേരിട്ടു എന്ന് പറഞ്ഞു. അവസാനം സമസ്ത പോലും അതിനെതിരെ ഇറങ്ങുകയും വ്യാജമുടി ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന പേര് അവർ പുസ്തകം പോലും ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ തന്നെ പല വിഭാഗങ്ങളായി അതിന്റെ പേരിൽ സനദുണ്ടെന്ന് പറഞ്ഞു, പിന്നെ സനദില്ല നസബാണെന്ന് പറഞ്ഞു, സനദിൽ അങ്ങോട്ട് വേണമെന്ന് പറഞ്ഞു, ആദ്യ സനത് വായിച്ചു, പിന്നെ മറ്റു സനത് വായിച്ചു, ഇങ്ങനെ തുടങ്ങി അവർ തമ്മിൽ തന്നെ കത്തിച്ചു നോക്കാൻ വെല്ലുവിളിയും വ്യത്യസ്തമായ വിഭാഗങ്ങളായി ഉള്ളിൽ യഥാർത്ഥത്തിൽ തോന്നുന്നു AP സമസ്തയുടെ ആ ഒരു കെട്ടുറപ്പ് കുറേയൊക്കെ ഇല്ലാതാകാൻ വരെ കാരണമായ ഒരു സംഭവം കൂടിയായിരുന്നു മുടി വിവാദം. അപ്പോൾ ആ മുടി പ്രദർശിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഇനിയും സമൂഹത്തെ മുടിക്കാനാണ് ഇപ്പോൾ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൂടി നമ്മൾ ഇതിൻ്റെ സമയത്ത് നിന്ന് ഓർക്കുന്നത് നല്ലതാണ്. യെസ്. അപ്പോൾ ഇതിൽ പിന്നെ ഇപ്പം നേരത്തെ ഫൈസൽ മൗലവി പറഞ്ഞ പോലെ സ്വഹാബാക്കളുടെ ഒരു കാലഘട്ടം, അവർ പറഞ്ഞ പോലെ അന്ന് ഇബാദത്തല്ലാത്ത ഒന്ന് ഇന്ന് ഇങ്ങനെ ഒരു ഇബാദത്തിൻ്റെ പരിപ്രേക്ഷ്യം കൊടുത്ത് കൊണ്ടുവരേണ്ട ഒരാവശ്യം മുസ്ലിം ഉമ്മത്തിനില്ല എന്നുള്ളത്. പ്രത്യേകിച്ച് പ്രവാചക സ്നേഹത്തിൻ്റെ വിഷയത്തിൽ സ്വഹാബാക്കൾ കാണിച്ചൊരു മാതൃക അല്ലേ, അത് ഭയങ്കര സംഭവം തന്നെയാണ്. അതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു സ്നേഹത്തിൻ്റെ ആൾക്കാരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞും പ്രചരിപ്പിച്ചും ഈ വക കാര്യങ്ങൾ ദീനിൻ്റെ ഒരു ലേബലിൽ കൊണ്ടുവരാൻ പാടില്ല. അത്തരം വിദ്യാർത്ഥികളിൽ നിന്ന് നമ്മൾ തീർച്ചയായും മാറി നിൽക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഇപ്പോൾ ഫസമലയുടെ സംസാരത്തിൽ പറഞ്ഞല്ലോ, ഈ മൗലിദുകളിലും മറ്റൊക്കെയുള്ള ചില വരികൾ, അതിലെ ശിർക്ക്, അപകടങ്ങൾ എന്ന് പറഞ്ഞിട്ട് അത് ഒന്നുകൂടി ഒന്ന് സ്ട്രെസ് ചെയ്ത് നമ്മളൊന്നിവിടെ പോയിൻ്റ് ഔട്ട് ചെയ്യണം ഇൻഷാ അല്ലാഹ്. സൂഫികൾ അവിടെ വന്നുകൂടുകയും ധാരാളം പർണശാലകൾ സൂഫികൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെടുകയും ചെയ്ത കാലഘട്ടമാണ് ഹിജ്റ 600 എന്ന് പറയുന്നത്. അത് ഇബ്നു കസീർ റഹിമത്തുള്ളാഹിയുടെ അൽ ബിദായത്ത് വന്നിഹായിൽ ആ ചരിത്രം പറയുന്നുണ്ട്. നമ്മുടെ മലയാളത്തിൽ താഴ്വ മുഹമ്മദ് കുഞ്ഞ് മൗലവി പോലും ഈ വിഷയം പറയുന്നുണ്ട്. ഉലമാക്കൾ അനവധി ഹാജറുണ്ട് അതിലെന്ന്. അതുപോലെ സൂഫികൾ കൂടുമേ അതിൽ വന്ന്, ധാരാളം പണ്ഡിതന്മാരും ധാരാളം സൂഫികളും അവിടെ വന്ന് കൂടുമായിരുന്നു. അവർക്കെല്ലാം രാജാവ് പ്രത്യേകമായ സമ്മാനങ്ങൾ നൽകുമായിരുന്നു എന്നൊക്കെ താഴ്വ മുഹമ്മദ് കുഞ്ഞ് മൗലവി പോലും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇബ്നു കസീർ അൽ ബിദായയിലുള്ള ആ ഭാഗം ഏതാണ് അങ്ങനെ തന്നെ കവിതയാക്കിയതാണ് താഴ്വയുടെ ആ വരികൾ എന്ന് കാണാൻ കഴിയും. മാത്രമല്ല ഇത്തരം മൗലിദ് ഇന്നിപ്പോൾ അതിൻ്റെ ഭാഗമായി ആലപിക്കപ്പെടുന്ന മൗലിദുകൾ, ഇത് പ്രവാചക സ്നേഹമാണ്, പ്രവാചക മദ്ഹാണ് എന്നൊക്കെ ന്യായം പറഞ്ഞുകൊണ്ട് ആരംഭിക്കപ്പെടുന്ന മൻകൂസ്, ഷറഫ് അലാം അടക്കമുള്ള മൗലിദുകൾ പരിശോധിച്ചാൽ ധാരാളം ഷിർക്കിൻ്റെ വരികൾ, ധാരാളം അടിസ്ഥാനരഹിതമായ കഥകൾ, കെട്ടുകഥകൾ, അന്ധവിശ്വാസങ്ങൾ, ഒരു നിലക്കും ഇസ്ലാമിൻ്റെ പേരിൽ പറയാൻ പറ്റാത്ത തരത്തിലുള്ള ധാരാളമായ പദ്യങ്ങളും ഗദ്യങ്ങളും ഒക്കെ നിറഞ്ഞതാണ് എന്ന് നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല ഈ പോസ്റ്ററിൽ കണ്ടതുപോലെ ഈ വർഷം മാത്രമല്ല കഴിഞ്ഞ വർഷങ്ങളുണ്ടായിരുന്നു, അവർ ഇതിൻ്റെ കൂടെ തന്നെ ആസാറുകളെ കൊണ്ട് ബർക്കത്തെടുക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് നബിയുടെ മുടി എന്ന പേരിൽ ഇവിടെ ഇറക്കുമതി ചെയ്യപ്പെട്ട മുസ്ലിം കൈരളി കൈയോടെ പിടികൂടി അവസാനം അത് എവിടെ പോയത് പോലും അറിയാത്ത വിധം ഇവിടുന്ന് മുക്കിക്കളഞ്ഞ ഒരു വ്യാജമുടിയുണ്ട്. അവർക്ക് തന്നെ മടിയായി ഇതിനെ കുറിച്ച് പറയാൻ. അതൊരു ജീവചരിത്ര പുസ്തകത്തിൽ പോലും ഇല്ല റസൂലുള്ളാഹിന്റെ ഒരു മുടി ഇവിടെ ഉണ്ടായിട്ട് അതിനെ കുറിച്ച് ഒരു പരാമർശം പോലും ഇല്ല എന്നുള്ളത്. അങ്ങനെ അവർക്കൊരു മുടി കുടിക്കുന്ന പറയാ ഉണ്ടായിരുന്നത്. അപ്പൊ ആ മുടി ഇപ്പൊ കുറച്ചു കാലമായിട്ട് ആരും കാണുന്നില്ല. ഇപ്പൊ ആകെ അത് പുറത്തേക്ക് എടുക്കുന്ന അത്രേ റബീഉൽ അവ്വൽ 1 എന്ന് പറഞ്ഞുകൊണ്ട് അത് പുറത്തേക്ക് എടുക്കുന്നു. അതിന് പ്രത്യേകമായ പ്രദർശനമുണ്ട്. അപ്പൊ ആകെ ഇപ്പൊ കൊല്ലത്തിൽ ഒരു ദിവസം പ്രദർശനം ഉള്ളത്. നബിയുടെ മുടി ഉണ്ടെങ്കിൽ യഥാർത്ഥ അതല്ലല്ലോ വേണ്ടത്. ശരിക്കും ഒരുപാട് വലിയ പിരിവും കാര്യങ്ങളൊക്കെ പിരിച്ചു, അതിന്റെ പേര് പള്ളിയുണ്ടാക്കി, മസ്ജിദ് ആസാറിന് പേരിട്ടു എന്ന് പറഞ്ഞു. അവസാനം സമസ്ത പോലും അതിനെതിരെ ഇറങ്ങുകയും വ്യാജമുടി ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന പേര് അവർ പുസ്തകം പോലും ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ തന്നെ പല വിഭാഗങ്ങളായി അതിന്റെ പേരിൽ. സനദുണ്ടെന്ന് പറഞ്ഞു, പിന്നെ സനദില്ല നസബാണെന്ന് പറഞ്ഞു, സനദിൽ അങ്ങോട്ട് വേണമെന്ന് പറഞ്ഞു, ആദ്യ സനത് വായിച്ചു, പിന്നെ മറ്റു സനത് വായിച്ചു, ഇങ്ങനെ തുടങ്ങി അവർ തമ്മിൽ തന്നെ കത്തിച്ചു നോക്കാൻ വെല്ലുവിളിയും വ്യത്യസ്തമായ വിഭാഗങ്ങളായി ഉള്ളിൽ യഥാർത്ഥത്തിൽ തോന്നുന്നു AP സമസ്തയുടെ ആ ഒരു കെട്ടുറപ്പ് കുറേയൊക്കെ ഇല്ലാതാകാൻ വരെ കാരണമായ ഒരു സംഭവം കൂടിയായിരുന്നു മുടി വിവാദം. അപ്പോൾ ആ മുടി പ്രദർശിപ്പിക്കുന്നു
എന്ന് പറഞ്ഞ് ഇനിയും സമൂഹത്തെ മുടിക്കാനാണ് ഇപ്പോൾ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൂടി നമ്മൾ ഇതിൻ്റെ സമയത്ത് നിന്ന് ഓർക്കുന്നത് നല്ലതാണ്. യെസ്. അപ്പോൾ ഇതിൽ പിന്നെ ഇപ്പം നേരത്തെ ഫൈസൽ മൗലവി പറഞ്ഞ പോലെ സ്വഹാബാക്കളുടെ ഒരു കാലഘട്ടം, അവർ പറഞ്ഞ പോലെ അന്ന് ഇബാദത്തല്ലാത്ത ഒന്ന് ഇന്ന് ഇങ്ങനെ ഒരു ഇബാദത്തിൻ്റെ പരിപ്രേക്ഷ്യം കൊടുത്ത് കൊണ്ടുവരേണ്ട ഒരാവശ്യം മുസ്ലിം ഉമ്മത്തിനില്ല എന്നുള്ളത്. പ്രത്യേകിച്ച് പ്രവാചക സ്നേഹത്തിൻ്റെ വിഷയത്തിൽ സ്വഹാബാക്കൾ കാണിച്ചൊരു മാതൃക അല്ലേ, അത് ഭയങ്കര സംഭവം തന്നെയാണ്. അതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു സ്നേഹത്തിൻ്റെ ആൾക്കാരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞും പ്രചരിപ്പിച്ചും ഈ വക കാര്യങ്ങൾ ദീനിൻ്റെ ഒരു ലേബലിൽ കൊണ്ടുവരാൻ പാടില്ല. അത്തരം വിദ്യാർത്ഥികളിൽ നിന്ന് നമ്മൾ തീർച്ചയായും മാറി നിൽക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഇപ്പോൾ ഫൈസൽ മൗലവിയുടെ സംസാരത്തിൽ പറഞ്ഞല്ലോ, ഈ മൗലിദുകളിലും മറ്റൊക്കെയുള്ള ചില വരികൾ, അതിലെ ശിർക്ക്, അപകടങ്ങൾ എന്ന് പറഞ്ഞല്ലോ, അത് ഒന്നുകൂടി ഒന്ന് സ്ട്രെസ് ചെയ്ത് നമ്മളൊന്നിവിടെ പോയിൻ്റ് ഔട്ട് ചെയ്യണം ഇൻഷാ അല്ലാഹ്. സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ പിന്നെ ഈ റബീഉൽ അവ്വൽ മാസം വന്നിട്ടുണ്ടെങ്കിൽ ഇവർ സാധാരണ ഓതുന്ന മങ്കൂസ് മൗലിദാകട്ടെ മറ്റുള്ള മാലകളും മൗലിദുകളൊക്കെ ഇസ്ലാമിൻ്റെ പിന്നെ അധ്യാപനങ്ങൾക്ക് ഒരിക്കലും നിരക്കാത്ത, അതിനെ ശരിക്ക് അട്ടിമറിക്കുന്ന, തകർക്കുന്ന കള്ളക്കഥകളും അതേപോലെ തന്നെ കുഫറും ഷിർക്കാണ് ഇവർ പാടിക്കൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരായ ആളുകൾക്ക് അത് അറിയില്ല. എന്തെല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലും സഹാബത്തിൻ്റെ പേരിലും അള്ളാഹിൻ്റെ പേരിലും മലായിക്കത്തുകളുടെ പേരിലും അടക്കം കള്ളക്കഥകൾ കുത്തി നിറച്ച കിതാബുകളാണ് ഈ മാല കിതാബുകൾ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ഉദാഹരണം പറയുകയാണ്, പല നിലക്കുള്ള കഥകൾ, ഒരടിസ്ഥാനവും ഇല്ലാത്ത പല നിലക്കുള്ള കഥകൾ. അതിൽ ഒരു ഉദാഹരണം റസൂലുള്ളാഹി നബി പ്രകാശത്തിൻ്റെ കഥ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സൃഷ്ടിച്ചത് പ്രവാചകൻ്റെ പ്രകാശമാണ് എന്നൊരു കഥ. അതിൽ തന്നെ മാല കിതാബുകളിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ. മങ്കൂസ് മൗലൂദി 2000 വർഷങ്ങൾക്ക് മുമ്പ് നബി സൃഷ്ടിക്കുന്നതിന് 2000 കൊല്ലം മുമ്പാണ് ഈ പ്രകാശം സൃഷ്ടിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശം സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്. മഹ്മൂദ് മാലയിൽ പറയുന്നത് ഒരു ലക്ഷം. പിന്നെ ആദം നബി അലൈഹി സ്വലാം സൃഷ്ടിക്കുന്നതിന്റെ 1,00,000 വർഷം മുമ്പ്. അല്ലേ നബി ആദം തമ്മെ പടക്കും മുൻ 100,000 ആണ്ട് മുമ്പേ പടച്ചോ പറഞ്ഞ 100,000 കൊല്ലം മുമ്പ് പടച്ചതാണ് അത് പറയുന്നത്. പിന്നെ അവരുടെ സറന്ദി മൗലിദ്, ശ്രീലങ്ക മൗലിദ് അല്ലേ, അതില് പിന്നെ നബി സല്ലല്ലാഹു ഈ പ്രകാശം പിന്നെ 7 കടലുകളുണ്ട്. 7 കടലുകളിലും പിന്നെ 10,000 വർഷം വെച്ചു നിക്ഷേപിച്ചു. അപ്പോൾ 70,000 വർഷമായി. ഈ 70,000 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം, അപ്പോൾ അത് മറ്റൊരു അഭിപ്രായം. എന്നിട്ട് ഈ 70,000 വർഷം കടലിൽ കിടന്നത് 10 വർഷം 7 കടലിൽ കിടന്നതിന് ശേഷം അതും ആ പ്രകാശം ഒന്ന് ഇളകി. എന്നിട്ട് അതിൻ്റെ വിയർപ്പിൽ നിന്നും പിന്നെ നരകത്തെയും സ്വർഗത്തെയും അർഷും കുർസിയും പ്രവാചകന്മാരെയും അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും ഒക്കെ സൃഷ്ടിച്ചു. അവരൊക്കെ സൃഷ്ടിച്ചത് ഇതിൽ നിന്നാണ്. ഞാൻ ചോദിക്കണ ഫൈസൽ മൗലവി, ഇതിന് എന്ത് അടിസ്ഥാനമാണുള്ളത്? ഒന്നുമില്ലെന്ന് അവർക്കിനെ അറിയാം. ഏറി വന്നാൽ പറയാനുള്ളത് ദഈഫായ ഒരു ഹദീസാണ്. മുസന്നഫ് അബ്ദുർ റസാഖിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന, ഇന്ന് ലോകത്ത് ഉപയോഗിക്കുന്ന മുസന്നഫിലൊന്നും കാണപ്പെടാത്ത ഒരു റിപ്പോർട്ട്. അതിൽ ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കുകയാണ്, നബി ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ചത് എന്താണ്? അവിടെ ആദ്യമായി പഠിച്ച നൂറ നബിക യാ ജാബിർ, നിന്റെ നബിയുടെ പ്രകാശമാകുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞുവെന്നാണ് അതിലുള്ളത്. ആകെ അത് മാത്രമേ അതേ ഉള്ളൂ. അതിന് വൈഫാണ്, സനദില്ല. മുസന്നഫ് അബ്ദുർ റസാഖിൽ ഉണ്ടെന്ന് പറയുന്നു, അതിലതില്ല. ഇനി അതൊക്കെ പോട്ടെ, നമ്മൾ വാദത്ത് സമ്മതിച്ചു കൊടുത്താൽ തന്നെ ആകെയുള്ളത് ഇതാണ് ആദ്യം സൃഷ്ടിച്ചത് എന്നേ ഉള്ളൂ. ബാക്കി ഒന്നുമില്ല. ഇന്ന് അതിൽ നിന്നാണ് പിന്നെ ഈ പറഞ്ഞ പോലെ അമ്പിയാക്കന്മാരെ പഠിച്ചത്. ഈ പ്രകാശം വെള്ളത്തിൽ 10,000 വർഷം വീതം കിടന്നു, 7 വർഷം. അങ്ങനെ 70,000 കൊല്ലം കഴിഞ്ഞ് അത് പുറത്തേക്ക് എടുത്തു. അങ്ങനെ അതൊന്ന് ഫൽത്തറബാന, അതൊന്ന് ആ പ്രകാശം ഒന്ന് ഇളകിയപ്പോൾ അതിൽ നിന്ന് ചില തുള്ളികൾ ഉറ്റി വീണു എന്നാണ്. അതിൽ തന്നെ ചില മൗലിദ് പറഞ്ഞത് തലയിൽ നിന്ന് ഒറ്റ തുള്ളി ഉറ്റി വീണു. പ്രകാശത്തിന് തല എങ്ങനെ നമുക്കറിയാം. പ്രകാശത്തിന് തലയിൽ നിന്ന് ഉറ്റി വീണു. അതുകൊണ്ട് അള്ളാഹു എല്ലാ അമ്പിയാക്കന്മാരുടെയും റൂഹിനെ പടച്ചു. അത് കഴിഞ്ഞ് പിന്നെ നെറ്റിന്ന് ഉറ്റി വീണു, കണ്ണിന്ന് ഉറ്റി വീണു, പിന്നെ നെഞ്ചിന്ന് ഉറ്റി വീണു എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ ആ പ്രകാശത്തിന് കണ്ണും മൂക്കും തലയും നെഞ്ചൊക്കെ ഉണ്ടായത് എന്നാണ് വിടുന്നത്. അങ്ങനെ ആ ഓരോ ഉറ്റ തുള്ളിയിൽ നിന്നാണ് അള്ളാഹു ഓരോ വിഭാഗം സൃഷ്ടികളെ സൃഷ്ടിച്ചത് എന്നാണ്. അർശ് കുർസി വരെ അതിന് പഠിച്ചതാണ്, നരകസ്വർഗം അതിന് പഠിച്ചതാണ്, എല്ലാ അമ്പിയാക്കളെയും മുർസലുകളെയും സൃഷ്ടിച്ചത് ഇതിൽ നിന്നാണ് എന്നൊക്കെയുള്ള കഥകൾ. ഏതാണ്ട് എല്ലാ മൗലീദിലും ഈ കഥകൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളോട് കൂടി കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇപ്പോൾ മാല കിതാബുകളിൽ ഒന്ന് കാണുന്നത്. ഇങ്ങനെ അള്ളാഹിൻ്റെ പേരിലും റസൂലുള്ളാഹിൻ്റെ പേരിലും അതേപോലെ തന്നെ ഈ പറയപ്പെട്ട രീതിയിലൊക്കെ കള്ളങ്ങൾ, പിന്നെ പൊള്ളത്തരങ്ങൾ. ഇവിടെ ശരിക്കും ഈ റബീഉൽ അവ്വലാകുമ്പോൾ സാധാരണ ഇപ്പോൾ പല സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ ഈ മൗലിദ് ഓതലുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു നമ്മൾ സാധാരണക്കാർ നമുക്ക് ഒരു ഉപദേശം, ഉസ്താദന്മാരെ കൊണ്ടൊന്ന് ഓദിപ്പിക്കുമ്പോൾ ഒന്ന് അർത്ഥം വെച്ച് തരുമോ? ഓതുന്ന മൗലിദ് ഒന്ന് അർത്ഥം വെപ്പിച്ചിട്ട് ഈ കഥ അതിലുണ്ടോ
എവിടെയാണ് വന്നത് അല്ലേ? കിതാബിൽ ഈ കഥ ഇങ്ങനെ ഉണ്ടോ, ഉണ്ടെങ്കിൽ ഇത് എവിടുന്ന് ഉസ്താദ് ഇത് ഉള്ളതാണോ, ഇത് എവിടുന്ന് കിട്ടി? നേരത്തെ പറഞ്ഞ ഹദീസല്ല അതൊക്കെ, അതിനപ്പുറത്തേക്ക് ഈ പറയപ്പെട്ട കഥകളൊക്കെ വല്ല അടിസ്ഥാനവും ഉണ്ടോ എന്ന് ചോദിക്കാനെങ്കിലും, കാരണം പണം കൊടുത്ത് നല്ല ഭക്ഷണം കൊടുത്ത് ബഹുമാനിച്ച് ആദരിച്ച് കൊണ്ടുവന്നിട്ടാണല്ലോ ഇത് ചൊല്ലിക്കുന്നത്. അപ്പോൾ അവനാൻ്റെ വീട്ടിൽ വെച്ച് ഉസ്താദന്മാരെ കൊണ്ടുവന്ന് പൈസ കൊടുത്ത് ഭക്ഷണം കൊടുത്തിട്ട് അള്ളാഹു റസൂലിൻ്റെ പേരിൽ കളവ് പറയുന്ന, ഇത് മാത്രമല്ല ഈ കഥ പറയുമ്പോൾ എന്തെല്ലാം പറയുന്നുണ്ട്, അള്ളാഹ് പറഞ്ഞു എന്നതിലുണ്ട്, റസൂല് പറഞ്ഞു അതിലുണ്ട്, സഹാബിയുടെ പേരുണ്ട്, മലക്കളുടെ പേരിൽ പറയുന്നുണ്ട്, എല്ലാ അമ്പിയാക്കളെയും പേരിൽ അതിൽ പറയുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി എല്ലാവരുടെയും പേരിൽ കളവ് പറയുന്നത് നമ്മുടെ വീട്ടിൽ വെച്ച് ഇത്ര വലിയ കളവുകൾ ചൊല്ലിപ്പോയി നമ്മൾ ചെലവ് കൊടുക്കുക, എന്നാൽ അവരെ ബഹുമാനിക്കുക, അതിന് ഭക്ഷണം കൊടുക്കുക, അതിന് പണം കൊടുക്കുക എന്ന് പറയുമ്പോൾ ഈ സാധുക്കളായ മനുഷ്യന്മാർ എത്ര വലിയ ചതിയിലാണ് പെട്ടുപോകുന്നത് ശരിക്കും ചിന്തിക്കണം ഈ സമയത്തുനിന്ന്. വളരെ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് വൈഷ്ണവ് മൗലവി പറഞ്ഞത്. അതേപോലെ തന്നെ ഇപ്പോൾ പിന്നെ ഇതിൽ ഒരു ഭാഗം സൂചിപ്പിച്ചു, അതേപോലെ തന്നെ ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും വരികൾ കൊണ്ട് നിറഞ്ഞതാണ് മാലക്കിതാബുകൾ. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫാത്തുകളൊക്കെ വിശേഷണങ്ങളൊക്കെ വകച്ചു കൊടുക്കണം. ഇപ്പോൾ ഗൈബ് അറിയുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ ഗൈബ് അറിയുകയുള്ളൂ എന്നാണ് ഇസ്ലാം ആയത്തുകളും ഹദീസുകളും പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പാപം പൊറുക്കുന്നവൻ അസ്സലാമു അലൈക യാ മാഹിദ് ദുനൂബി, പാപം പൊറുക്കുന്ന പ്രവാചകരെ അങ്ങേക്ക് സലാം. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കണം ആരാണ് റസൂലേ, അല്ലാതെ, അല്ലെങ്കിൽ അല്ലാതെ ആരാ പാപം പൊറുക്കുക? അപ്പോൾ മാലക്കാരൻ പറയാണ് അള്ളാഹുവിൻ്റെ റസൂല് പാപം പൊറുക്കും. ഇർതകബതു അലൽ ഖതാ ഗൈറ ആസിരിൻ വാദദ് ലാ കഷ്കു ഫീഹിയ സയ്യിദി ഖൈർ നബി. അതോ മങ്കൂസ് മൗലൂദിയുടെ പാടാണ്, റസൂലെ ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ തെറ്റുകൾ അങ്ങയോടാണ് ഞാൻ ആവലാതിപ്പെടുന്നത്, അങ്ങ് പുറത്തരണേ എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് ഷിർക്കിൻ്റെ വരികൾ. അതേപോലെ തന്നെ അപ്പോൾ ഇതെല്ലാം റസൂലുള്ളാഹിക്ക് ഗൈബ് അറിയാം, റസൂലുള്ള പാപം പൊറുക്കുന്നു, റസൂലുള്ളാഹിക്ക് എല്ലാം നിയന്ത്രിക്കാൻ കഴിയും, അള്ളാഹ് കേൾക്കും പോലെ കേൾക്കുന്നു, എവിടെ നിന്ന് ചോദിച്ചാലും ഉത്തരം ചെയ്യാൻ കഴിയും. ഇതൊരു സാധാരണക്കാരൻ കേൾക്കുമ്പോൾ അള്ളാഹിൻ്റെ എല്ലാ കഴിവുണ്ട്, അപ്പോൾ പിന്നെ പടച്ചവനാണെന്ന് പറയും. ആ നിലക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് സമസ്തയുടെ അസിൽ. പിന്നെ സി എം അടൂര് അല്ലെങ്കിൽ മൊയ്തീൻ ഷെയ്ഖ് കുത്തുബാണ് പടച്ചവനാന്ന് പറയുമ്പോൾ ഇവരെന്തിനാണ് ബേജാറാകുന്നത്? മാത്രമല്ല അബ്ദുള്ള സ്ഥാനത്ത് അബ്ദുക്ക നബിയുടെ അടിമ എന്ന പ്രയോഗം പോലും മൊഴിയിലുണ്ട്. അതെ, അബ്ദുക്കൽ മിസ്കിനി യർജു ഫദലക്കൽ ജമ്മൽ ഗഫീറു ഫീക ഖദ അഹ്സനൽ ളന്നി യാ ബശീറു യാ നദീർ. ഷറഫുൽ മൗലൂദിലാണ് അല്ലേ? റസൂല് അങ്ങയുടെ അടിമ എന്താ പറയുന്നത്? റസൂൽ നമ്മളൊക്കെ അള്ളാഹുവിന്റെ അടിമയാണ് എന്നുള്ളത് ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം. മക്കയിലെ മുശ്രിക്കുകൾ വക വെച്ചു കൊടുത്ത തൗഹീദ് റുബൂബിയ്യത്തിന്റെ ഭാഗമാണ്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് തേടണം, റസൂലെ അങ്ങയുടെ അടിമയായ ഞാൻ വേറെ പ്രയാസത്തിലാണ്, അങ്ങയുടെ ഫضലാണ് എനിക്ക് വേണ്ടത്, അതുകൊണ്ട് ഫാഗസ്നി വാജിർനി യാ മുജീറു മിന സഈറി, എന്നെ സഹായിക്കണേ, നരകത്തുനിന്ന് കാക്കണേ, എൻ്റെ പ്രയാസങ്ങൾ നീക്കണേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് പറയണം. അപ്പോൾ ഇത്രയധികം ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും വരികളാണ് ഈ പാവപ്പെട്ട സാധുക്കളായിട്ടുള്ള ആളുകൾ ഈ മീലാദിൻ്റെ പേരിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫضലുകളും മഹത്വങ്ങളും ഒക്കെ ശരിക്കും ബോധ്യപ്പെടുകയും അംഗീകരിക്കുകയും വേണം. പ്രവാചകനെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗം തന്നെയാണത്. അത് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസം എന്ത് ചെയ്യില്ല, പൂർത്തിയാവുകയില്ല. പക്ഷെ നേരത്തെ ഈസാ നബിയുടെ വിഷയം പറഞ്ഞതുപോലെ അതുപോലെ തന്നെ മറ്റു സമുദായങ്ങൾ അവരുടെ പ്രവാചകന്മാരെ പുകഴ്ത്തി 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 അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയും വസിയത്ത് ചെയ്ത ഒരു വിഷയമാണത്. മറ്റുള്ള സമുദായങ്ങൾ അവരുടെ പ്രവാചകന്മാരെ പുകഴ്ത്തി റബ്ബിൻ്റെ ഒരു സ്ഥാനത്തേക്ക് ഉയർത്തിയ പോലെ നിങ്ങൾ എൻ്റെ വിഷയത്തിൽ ചെയ്യരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിഷയമാണ്. അത് തന്നെയാണ് ഈ ഒരു സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നമുക്കും വസിയത്ത് ചെയ്യാനുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു തേടുന്ന ഇത്തരം ശിർക്കൻ വരികളും മറ്റൊക്കെ, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ പ്രവാചകന് വകവെച്ചു കൊടുക്കുന്നത്, ഇത് പ്രവാചകനുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, നേരത്തെ ഇപ്പോൾ പറഞ്ഞ മൊഹീദ്ദീൻ ഷെയ്ഖിനെ സംബന്ധിച്ചും ഒക്കെ മറ്റുള്ള മാലകളിലും ഒക്കെ അമ്പിയാക്കളെയും മഹാന്മാരെയും സ്നേഹിക്കാതിരിക്കാൻ വിശ്വസിക്കാൻ കഴിയില്ല. അതെ, മദഹ് ചെയ്യാതിരിക്കാൻ കഴിയില്ല. നമ്മളെ ഉമ്മയെ മദഹ് ചെയ്യുന്നു, വാപ്പയെ മദഹ് ചെയ്യുന്നു, നമ്മളെ പ്രിയപ്പെട്ട മദഹ് ചെയ്യുന്നു, എങ്കിൽ നബി എന്ത് പറഞ്ഞാലും എല്ലാവരെക്കാളും മദഹ് ചെയ്യാതിരിക്കാൻ കഴിയില്ല. അപ്പം മദഹ് ചെയ്തേ പറ്റൂ. അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. അത് സ്വാഭാവികമായി നാവെന്ന് വരും. നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട നബിയെ കുറിച്ച് പറഞ്ഞാൽ തീരാത്തത്ര മഹാന്മാരെ സ്നേഹിക്കും തീർച്ചയാണ്. പക്ഷെ അതും വഴിമാറി ഇങ്ങനത്തെ അവസ്ഥയിൽ പോകുമ്പോൾ അത് വളരെ ഗൗരവമാണ് എന്നാണ് പറഞ്ഞതിന്റെ ആകത്തുക. ഈ ശിർക്ക് ബിദ്അത്തുകളിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. വളരെയധികം ജാഗ്രത, നമ്മുടെ വിശ്വാസത്തെ കാർന്നു തിന്നുന്ന, അതുപോലെ തന്നെ നമ്മുടെ ദീനി ചൂഷണം ചെയ്യപ്പെടുന്ന ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തുക എന്നുള്ളതാണ് എല്ലാവരോടും സ്നേഹത്തോടു കൂടി ഉണർത്താനുള്ളത്.
3 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് പ്രൂഫ് പോയിന്റിൽ നമ്മൾ ചർച്ച ചെയ്തത്. 3ഉം ഈ പറഞ്ഞ രൂപത്തിൽ വളരെ ഗൗരവമേറിയ വിഷയങ്ങൾ തന്നെയാണ്. ഈ ചർച്ചയിലുടനീളം നമ്മൾ പറഞ്ഞത് ആരെങ്കിലും തോൽപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മളാണ് പിന്നെ ശരിയെന്ന് സ്ഥാപിക്കാൻ, ശരി കറക്റ്റ് നമുക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, ആ ഒരു ബസ്വീറത്തിൽ നിന്നുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ അത് മറ്റുള്ളവരെ ഇകഴ്ത്തി കാണിക്കാനും തോൽപ്പിക്കാനും ആ ഒരു ഉദ്ദേശത്തിൽ അല്ല ഒരിക്കലും. വളരെ സ്നേഹത്തോടു കൂടി, നസീഹത്തോടു കൂടിയാണ് നമ്മൾ ഇതൊക്കെയും പറയുന്നത്. അതല്ലാത്ത രൂപത്തിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതല്ല നമ്മുടെ ഉദ്ദേശം എന്നുള്ളത് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഹക്ക് ബോധ്യപ്പെടുക നമ്മളെല്ലാവരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ ഹക്ക് കൊണ്ട് മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് പ്രൂഫ് പോയിന്റ് മുന്നോട്ട് വെക്കുന്ന ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മുടെ നിയ്യത്ത് അത് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഇന്നത്തെ പ്രൂഫ് പോയിന്റ് ഇവിടെ അവസാനിക്കുകയാണ്. റബ്ബനാ തഖബ്ബൽ മിന്ന വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.